വെൽക്കം ടു പോണ്ടി ഡയറീസ്. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത വില്ല. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും എല്ലാം ഉണ്ടായിരുന്നു. സോ ഇന്നലത്തെ ക്ഷീണം മൊത്തം അങ്ങ് മാറി കിട്ടി. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ഓറോവില്ലേക്കാണ് നമ്മുടെ ഇന്നത്തെ പോക്ക് പോവാ. ദോശ എല്ലാരും ദോശ പറഞ്ഞ പടപടയെന്ന് പറഞ്ഞ ദോശ കണക്ഷൻ ചെയ്തിരിക്കുന്നു. കേട്ടില്ല, ഒന്നുകൂടി പറ. യൂട്യൂബൊക്കെ തുടങ്ങിയത് അല്ലേ? പറഞ്ഞത് ശരിയല്ലേ? അതെ. ഇന്ന് നമ്മളിപ്പോ നിൽക്കുന്നത് ഓറോവില്ലാണ്. ഇതിനകത്ത് നെക്സ്റ്റ് വേൾഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. ഓറോവിൽ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് അവിടെ ഒരു റിലീജിയൻ, കാസ്റ്റ് അങ്ങനെ ഒരു ബാരിയേഴ്സും ഇല്ല. ആർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാം. അതുപോലെ തന്നെ നമ്മൾ 2 വർഷം ഇവിടെ തന്നെ വർക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പെർമനന്റ് മെമ്പർ ആയി തന്നെ നമ്മൾ മാറും. വരുന്ന വഴിക്ക് നമ്മൾ ഇരുമ്പായി ലെജൻഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അത് വായിച്ചപ്പം നമ്മുടെ ഓറോവിൽ എന്ന കോൺസെപ്റ്റിന്റെ ഒറിജിനാണ് അതിൽ പറയുന്നത്. അതായത് ഒരു കടുവലി എന്ന മുനി അവിടെ വരികയും ആളുടെ തപസ് കാരണമുള്ള വരൾച്ച വരികയും അവിടുത്തെ അമ്പലത്തിലെ നർത്തകിയും ശിവയുടെ ഭക്തയുമായ വള്ളി ഒരു പോംവഴി കണ്ടെത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അതിന്റെ സന്തോഷം ആഘോഷിക്കാനായിട്ട് അവിടുത്തെ രാജാവ് ഒരു ഉത്സവം സംഘടിപ്പിച്ചു. അതിൽ നൃത്തം ചെയ്യുക വള്ളിയുടെ ചലങ്ക ഊരി വീരുകയും അത് കൊടുവേലി മുനി എടുത്ത് അവളുടെ കാലിൽ അണിയിക്കുകയും ചെയ്തിരുന്നു. അതിൽ കോപിതനായ രാജാവ് അയാളെ ഒരുപാട് വഴക്കു പറഞ്ഞു. അതിന്റെ പ്രതിഷേധമായിട്ട് ആൾ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ വീണ്ടും ആ ഒരു സ്ഥലത്തില് വരൾച്ച വരുത്തുകയും ചെയ്തു. അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ പുറമേ നിന്ന് ആൾക്കാർ വന്ന് അവിടെ ജോലി ചെയ്ത് അതിവിടെ പച്ചപ്പ് നിറയ്ക്കണം എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് ഓറോവിൽ ഫോം ചെയ്തത്. ഇത് എന്ന് പറഞ്ഞത് സൈലന്റ് സ്പേസ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കുറെ ഹിസ്റ്റോറിക് കാര്യങ്ങളും അതേപോലെ തന്നെ മാതൃ മന്ദിർ അത് എന്താ ഏതാന്നുള്ളത് നമുക്ക് ഈ സ്പേസിന് പുറത്തിറങ്ങി പോകുമ്പം കാണാം. അതിന്റെ ചെറിയ ഡെമോ ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിക്കും ഒരു ലോട്ടസ് ഷേപ്പില് ഫുൾ ആ ഒരു ഗ്ലോബ് എന്ന് പറയുന്ന ഷേപ്പ് ഫുൾ ഗോൾഡൻ വെച്ചാണ് അവര് ശരിക്കും പണിതേക്കെന്നാണ് പറയുന്നത്. മാംഗോ, ഒതന്റിക് ആയിട്ടുള്ള മാംഗോ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഐസ്ക്രീം, നല്ല ബ്രാൻഡഡ് ഐസ്ക്രീംസിനേക്കാൾ worth for money. പ്രൈസ് എങ്ങനെയാണ്? 80 rupees. 80 അല്ല 40. 80. 80. അഫോർഡബിൾ ആണ്.
ഇവിടുന്നാണ് മാതൃമന്ദിറിലേക്കുള്ള നമ്മുടെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് എൻട്രി ഫീസോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ കോക്കനട്ട് ഷെൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മള് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കോക്കനട്ട് ഷെൽസ് കണ്ടു, പക്ഷെ കമ്മലുകൾ അതും എല്ലാം ഒന്നിനൊന്നും മെച്ചം ഡിസൈൻസ് ആണ്. അതേപോലെ തന്നെ പെൻഡൻസ് ഇതെല്ലാം അവർ ഉണ്ടാക്കിയത് കോക്കനട്ട് ഷെൽ ഉപയോഗിച്ചിട്ടാണ്. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? മാതൃമന്ദിറിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. ലൈക്ക് അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ, ക്ലോത്തിങ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ നടക്കുക എന്ന് വെച്ചാൽ നല്ല ദൂരം നടക്കണം. തിരിച്ച് നമുക്ക് അവിടുന്ന് പാർക്കിംഗ് ഏരിയ വരെ നമുക്ക് അവർ വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടേക്ക് നമ്മൾ നടന്ന് തന്നെ പോണം. ഞങ്ങൾ അളിയനും കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മനസ്സിലാക്കാൻ മതി. അളിയാൻ നമുക്ക് ഇറങ്ങാം. എന്താ കയ്യില് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ പറ്റിയ ഫൂട്ടറൊക്കെ ഇട്ട് വരണം. ബൂട്ട്സ് ഇട്ടതിന്റെ സങ്കടത്തിലാണ് ഞാൻ ഇപ്പോൾ. നല്ല സുഖമുണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാം എടുത്തോണ്ട് പെങ്ങളൊക്കെ TST തന്നെ തുക തരുമോ അളിയ? നോക്കച്ച എന്തൊരു ചേർച്ച. അങ്ങനെ നമ്മുടെ മാതൃമന്ദിറിന്റെ എൻട്രൻസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനിയും നടക്കമുണ്ട് മന്ദിർ വരെ എത്തണമെങ്കിൽ. ഇവിടെയും എൻ്റെ ആംബിയൻസും എല്ലാം കൊള്ളാം. നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് കാം ആൻഡ് ക്വൈറ്റ്. ഫുൾ സോളാർ പാനൽസ് ആണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്കിത് മന്ദിറിൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്.
സോ അത്യാവശ്യം നല്ല വൃത്തിക്ക് നടക്കാനും ഉണ്ട്. ആൻഡ് അവിടെ നമുക്ക് റിട്ടേൺ ബസ് കാണും. ഇവിടുന്ന് തിരിച്ചു പോകാനുള്ളത് നമുക്ക് നടക്കാൻ നമുക്ക് ഫ്രീ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഗൈസ് അങ്ങനെന്താ ഞാൻ ബോട്ട് ഊരി കയ്യിലെടുത്തു. വേറെ ഒരു നിവർത്തിയുമില്ല, നല്ല സുഖമുണ്ട് ഇപ്പം നടക്കാനായിട്ട്. വീട്ടിൽ പോവാം. ഇതാണ് നമ്മുടെ മാതൃ മന്ദിർ. അതിൻ്റെ ചുറ്റുപാടുള്ള പണികൾ കുറച്ചും കൂടി തീരാനുണ്ട്. എന്നാലും ഏകദേശം നമുക്ക് ആ രൂപം ഇതൊക്കെ കാണാം. മാതാവിൻ്റെ ക്ഷേത്രം എന്നും ഇതിന് ഒരു പേരുണ്ട്. ഇത് പണിയാൻ 37 വർഷമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ധ്യാന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓറോവിലിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് പോളെ വണ്ടി റെഡിയായി. സോ പോണ്ടി ഡയറീസിന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് കാണാം. എല്ലാവരും അങ്ങോട്ട്